ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ് ബൈ അജിസ ഫെബൻഷ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന നിങ്ങളുടെ മോഡൽ എക്സാം ബിസിനസ് സ്റ്റഡീസിൽ A+ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ നിങ്ങൾക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള 1 മാർക്കിൻ്റെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിനു മുമ്പ് നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു മോഡൽ എക്സാമിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് ആണ്. സോ നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, പെട്ടെന്ന് തന്നെ ഓരോരോ ചോദ്യങ്ങളിലേക്കും അവയുടെ ഉത്തരങ്ങളിലേക്കും കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഓഡ് വൺ, അതായത് ഒറ്റപ്പെട്ടതിനെ കണ്ടെത്തുക. നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ചെയർമാൻ, സൂപ്പർവൈസർ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇതിൽ ABC എന്ന് പറഞ്ഞ 3 ഓപ്ഷൻസും നമുക്ക് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ ഉൾപ്പെട്ടവയാണ്. നമുക്കറിയാം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലാണ് CEO, അതുപോലെ തന്നെ COF, അതുപോലെ തന്നെ ചെയർമാൻ. ഇവരെല്ലാവരും ഉൾപ്പെടുന്നത് എവിടെയാണ്? ടോപ്പ് ലെവലിലാണ്. അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണെങ്കിലും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആണെങ്കിലും ചെയർമാൻ ആണെങ്കിലും ഇവരെല്ലാവരും ഒരു ബിസിനസ്സിൻ്റെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലാണ് ഉൾപ്പെടുന്നത്. എന്നാൽ സൂപ്പർവൈസർ ആകട്ടെ, സൂപ്പർവൈസർ ഒരു ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് ലെവലിൽ തന്നെ ലോവർ ലെവലിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒറ്റപ്പെട്ടതിനെ കണ്ടെത്താലോ? ഓപ്ഷൻ ഡി, സൂപ്പർവൈസറാണ് ഒറ്റപ്പെട്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻസ് തരികയാണെങ്കിലും കൂട്ടത്തിൽ 3 എണ്ണത്തിന് സിമിലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സുകൾ ഉണ്ടാവും, സ്വഭാവം ഉണ്ടാവും. അതിനെ തിരിച്ചറിയാം. എന്നിട്ട് അതിൽ കൂട്ടത്തിൽ പെടാത്തതിനെയാണ് നമ്മളിവിടെ എടുത്തെഴുതേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇറ്റ് സീക്സ് to determine the amount and frequency of rest intervals in completing a task. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ സ്റ്റാഫിന് അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിന് റെസ്റ്റ് ഇൻ്റർവെൽസ്, ഇടവേളകൾ കൊടുക്കാറുണ്ട്. ഇങ്ങനെ എപ്പോഴാണ് എംപ്ലോയീസിന് ഇടവേളകൾ അല്ലെങ്കിൽ ബ്രേക്ക് ടൈം പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുമതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സ്റ്റഡി എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് മോഷൻ സ്റ്റഡി ആണോ, ഫെറ്റീഗ് സ്റ്റഡി ആണോ, ടൈം സ്റ്റഡി ആണോ, മെത്തേഡ് സ്റ്റഡി ആണോ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഓപ്ഷൻ ബി ഫെറ്റീഗ് സ്റ്റഡിയാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. ക്ഷീണപഠനം, എത്ര സമയമാണ് നമ്മുടെ എംപ്ലോയീസിന് ബ്രേക്കായിട്ട് അല്ലെങ്കിൽ ഇൻ്റർവെല്ലായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്ന് പഠിക്കുന്നത് ക്ഷീണപഠനമാണ്. ഓപ്ഷൻ ബി ഫെറ്റീഗ് സ്റ്റഡിയാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം, Managers' plans are based on certain assumptions. They are denoted by dash. അതായത് മാനേജേഴ്സ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ചില അസംഷൻസിൻ്റെ ബേസിലാണ്. അവർക്ക് ചില ധാരണകളുണ്ട്, അതിൻ്റെ ബേസിലാണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നതും പ്ലാൻ ചെയ്യുന്നതും. അതിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. പ്ലാനിങ് പ്രിമൈസസ്, ആൾട്ടർനേറ്റീവ്സ്, ഫോളോ അപ്പ് ആക്ഷൻസ്, ഇംപ്ലിമെൻറ്റിംഗ്. സോ ഈ 4 ഓപ്ഷനിൽ നിന്നും കൃത്യമായി അറിയാം, ഓപ്ഷൻ എ പ്ലാനിങ് പ്രിമൈസസ് എന്ന ഓപ്ഷൻ എ ആണ് അതിൻ്റെ ശരിയായ ഉത്തരം. മാനേജേഴ്സ് കാര്യങ്ങൾ തീരുമാനിക്കുക അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുമ്പോൾ അതിന് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ചില അസംഷൻസ് ഉണ്ട്, ചില ധാരണകളുണ്ട്. ആ ധാരണകളെ വിളിക്കുന്ന പേരാണ് പ്ലാനിങ് പ്രിമിസസ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ചോദ്യമാണ് കേട്ടോ ഇത്. പ്ലാനിങ് പ്രിമിസസ് എന്താണെന്നൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. സോ പ്ലാനിങ് എന്ന നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അതിൽ നിന്നും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം നോക്കാം. Identify the term used to denote the right of an individual to give orders and take actions within the scope of his position. അതായത് ഒരാൾക്ക് ഓർഡറുകൾ ഇഷ്യൂ ചെയ്യാനും നിലവിലുള്ള അയാളുടെ റെസ്പോൺസിബിലിറ്റിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ആ ഒരു പേര് എന്താണെന്നാണ് ചോദിക്കുന്നത്. ആ ഒരു ടേമിനെ വിളിക്കുന്ന പേര്, ഒരു ഇൻഡിവിജ്വലിന് ഓർഡേഴ്സൊക്കെ ഇഷ്യൂ ചെയ്യാനുള്ള അയാളുടെ ആ ഒരു റൈറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? ആ റൈറ്റിനെ വിളിക്കുന്ന പേരാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റെസ്പോൺസിബിലിറ്റി, ബി അക്കൗണ്ടബിലിറ്റി, സി അതോറിറ്റി ആൻഡ് ഡി ഡീസെൻട്രലൈസേഷൻ. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ സി, അതോറിറ്റി. അധികാരമാണത്.
എന്താണത്? ഒരാൾക്ക് ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഇഷ്യൂ ചെയ്യാനുള്ള ആ അധികാരത്തെ വിളിക്കുന്ന പേരാണ് അതോറിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാം. 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് പോസിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ എ ജോബ് ഓർ ഫങ്ഷൻ. അതായത് ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായ എംപ്ലോയീസിനെ നമ്മൾ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഫൈൻഡ് ചെയ്യുക, കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ട്രെയിനിങ്, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്രൊമോഷൻ. സോ നമ്മൾക്ക് വേണ്ട പ്രോസ്പെക്റ്റീവായ കാൻഡിഡേറ്റ്സിനെ കണ്ടുപിടിക്കുന്നത്, ഫൈൻഡ് ചെയ്യുന്നതിന്, സെർച്ച് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ ബി, റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റ് എന്നതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. റിക്രൂട്ട്മെൻ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. നല്ല രീതിയിൽ തന്നെ പഠിക്കുക കേട്ടോ. 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഐഡൻറ്റിഫൈ ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദ മെസ്സേജ് ഇൻ ടു കമ്മ്യൂണിക്കേഷൻ സിംബൽസ് സച്ച് ആസ് വേർഡ്സ്, പിക്ചേഴ്സ് എക്സെട്ര. അതായത് നമ്മളുടെ മെസ്സേജിനെ ഏതെങ്കിലും സിംബലുകളായിട്ട് വേർഡ്സിലേക്കോ പിക്ചേഴ്സിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ഫീഡ്ബാക്ക് ആണോ, എൻകോഡിംഗ് ആണോ, ഡീകോഡിംഗ് ആണോ, മെസ്സേജ് ആണോ? സോ നന്നായിട്ട് മനസ്സിലാക്കുക. മെസ്സേജിനെ സിംബലുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ ബി, എൻകോഡിംഗ്. ഓക്കെ, ഇത് നേരെ തിരിച്ചും ചോദിക്കാറുണ്ട് കേട്ടോ. ഈ സിംബലുകളെ മെസ്സേജായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് ചോദിക്കാറുണ്ട്. അതെന്താണ്? അത് ഡീകോഡിംഗ് ആണ്. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എൻകോഡിംഗ് ആണ്. മെസ്സേജിനെ സിംബലുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് എൻകോഡിംഗ് എന്നാണ് കേട്ടോ. ഇനി നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഐഡൻറ്റിഫൈ ദ പ്രിൻസിപ്പിൾ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഓൺലി സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻസ് വിച്ച് ഗോ ബിയോണ്ട് ദ പെർമിസിബിൾ ലിമിറ്റ് ഷുഡ് ബി ബോട്ട് ഇൻ ടു ദ നോട്ടീസ് ഓഫ് മാനേജ്മെൻറ്റ്. അതായത് ഒരു മാനേജ്മെൻറ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഒത്തിരി നമ്മൾ പ്ലാൻ ചെയ്തതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഡീവിയേഷൻസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാത്രമേ മാനേജ്മെൻറ്റ് അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഇതിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്, മെഷറിംഗ് പെർഫോമൻസ്, കൺട്രോൾ ബൈ എക്സംഷൻ, ക്രിട്ടിക്കൽ പോയിൻറ്റ് കൺട്രോൾ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിക്കോളൂ മക്കളെ, ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്നാണ്. ഇതിനെ തന്നെ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നും വിളിക്കാറുണ്ട് കേട്ടോ. സോ നന്നായിട്ട് മനസ്സിലാക്കുക. ഒത്തിരി നമ്മൾ പ്ലാൻ ചെയ്ത കാര്യത്തിൽ നിന്നും ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മാനേജ്മെൻറ്റ് അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. സോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ സി ആണ്, കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്നതാണ് ശരിയായ ഉത്തരം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് 8ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് എഫക്ട് ഫൈനാൻസിങ് ഡിസിഷൻ? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഫൈനാൻസിങ് ഡിസിഷനെ എഫക്റ്റ് ചെയ്യാത്ത ഘടകം ഏതാണെന്നാണ് ചോദിക്കുന്നത്. കോസ്റ്റ് ആണോ, റിസ്ക് ആണോ, ബഡ്ജറ്റ് ആണോ, ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആണോ? സോ ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ബഡ്ജറ്റ് ആണ്. ബാക്കി നോക്കുകയാണെങ്കിൽ കോസ്റ്റ് ആയാലും റിസ്ക് ആണെങ്കിലും ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആണെങ്കിലും എല്ലാം തന്നെ അതൊരു സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ ഡിസിഷന്, ഫിനാൻസിങ് ഡിസിഷന് നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ക്ലിയർ? അടുത്തത് 9ാമത്തെ ചോദ്യം. അഡ്വർടൈസിംഗ് ഫാൾസ് അണ്ടർ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്? മാർക്കറ്റിംഗ് മിക്സിലെ ഏത് ഘടകത്തിലാണ് അല്ലെങ്കിൽ ഏത് എലമെൻറ്റിലാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്ന എലമെൻറ്റ് ഉൾപ്പെടുന്നത്? അത് പ്ലേസ് മിക്സിലാണോ, പ്രൈസ് മിക്സിലാണോ, പ്രൊഡക്റ്റ് മിക്സിലാണോ, പ്രൊമോഷൻ മിക്സിലാണോ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഓപ്ഷൻ ഡി, പ്രൊമോഷൻ മിക്സിലാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്ന എലമെൻറ്റ് ഉൾപ്പെടുന്നത്. അഡ്വർടൈസിങ്ങും പ്രൊമോഷൻ മിക്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വരുന്ന ചോദ്യങ്ങൾ, അതായത് ഇനി വരാൻ പോകുന്ന 2 മാർക്ക് മുതൽ 8 മാർക്ക് വരെയുള്ള ചോദ്യങ്ങളിലൊക്കെ അത് ഉൾപ്പെടുത്തുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോസും നന്നായിട്ട് തന്നെ കാണാം, നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള സമയം മുഴുവനും നിങ്ങൾ A+ എന്ന് പറയുന്ന നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി നല്ല കുതിച്ച് പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ സെക്ഷനിൽ അവസാനത്തെ ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അപെക്സ് ബോഡി ഓഫ് റിഡ്രസൽ ഏജൻസി അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986? അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കൺസ്യൂമേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഉയർന്ന ഒരു അതോറിറ്റി ഏതാണെന്നാണ് ചോദ്യം. ഡിസ്ട്രിക്റ്റ് ഫോറം, സ്റ്റേറ്റ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ, ഹൈക്കോർട്ട്. മക്കളെ നന്നായി മനസ്സിലാക്കിക്കോളൂ. നമുക്ക് നിലവിൽ ഡിസ്ട്രിക്റ്റ് ഫോറം, സ്റ്റേറ്റ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ എന്നിവയാണുള്ളത്. നാഷണൽ കമ്മീഷനിലും ഉൾപ്പെടാത്ത അല്ലെങ്കിൽ നാഷണൽ കമ്മീഷനിലും ഒരാൾക്ക് കൃത്യമായ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം സുപ്രീം കോർട്ടിലേക്കാണ് പോവുക. പക്ഷേ ഇവിടെ നമുക്ക് സുപ്രീം കോർട്ട് തന്നിട്ടില്ല. അപ്പോൾ അതിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് എന്താണ്? നാഷണൽ കമ്മീഷൻ തന്നെയാണ് കേട്ടോ. ഡിസ്ട്രിക്റ്റ് ഫോറം, സ്റ്റേറ്റ് കമ്മീഷൻ, നാഷണൽ
കമ്മീഷൻ, സുപ്രീം കോർട്ട്, ഈ രീതിയിലാണ് അതിൻ്റെ ഒരു ഫ്ലോ ഉള്ളത്. സോ ഇതിൽ സുപ്രീം കോർട്ട് തരാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ നാഷണൽ കമ്മീഷൻ എന്നുള്ളത് എടുത്തെഴുതാം. ഹൈക്കോർട്ട് എന്നുള്ളത് നിങ്ങൾ അങ്ങനെ അങ്ങോട്ടേക്ക് എന്താ പറയുക, ഇഗ്നോറൻ്റ് ആക്കുക കേട്ടോ, ഇഗ്നോർ ചെയ്യാം. ക്ലിയർ അല്ലേ? സോ ഇത്രയും 10 ചോദ്യങ്ങളാണ് നമ്മൾ 1 വേർഡിന് വേണ്ടിയിട്ട് ഇപ്പോൾ പഠിച്ചിട്ടുള്ളത് നമ്മുടെ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട്. സോ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത്. ഇനി ഇതിന് ശേഷം ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് 2 മാർക്കിൻ്റെയും 3-ൻ്റെയും 4-ൻ്റെയും 5-ൻ്റെയും 8 മാർക്കിൻ്റെ ഒക്കെ ചോദ്യങ്ങൾ കാണാൻ പറ്റും, പഠിക്കാൻ പറ്റും. സോ ഇതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോസ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ബിസിനസ് സ്റ്റഡീസിന് നമുക്ക് A+ വേണമെന്ന് മനസ്സിലങ്ങോട്ട് ഉറപ്പിക്കുക. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ പ്രവൃത്തികളാകും, ഉറപ്പായിട്ടും ആകും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക. നമുക്ക് A+ വേണം. എന്നിട്ട് മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ വരണം, പേപ്പർ കിട്ടിയിട്ട് കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ആനുവൽ എക്സാമിന് നന്നായിട്ട് പഠിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.